നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ ഏക പക്ഷിസങ്കേതം വേട്ടാങ്കുടി ആണ് ആ പക്ഷിസങ്കേതം ഉള്ളത്. പക്ഷിസങ്കേതത്തിലേക്ക് ധാരാളം പക്ഷികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പക്ഷികൾ ആ ലേക്കിൻ്റെ ചുറ്റുപാടുമുള്ള മരങ്ങളിൽ കൂടുവയ്ക്കുന്നു. ചിലത് കൂടുവെച്ചതിൽ മുട്ടയിട്ട് അടയിരിക്കുന്നു. പല പക്ഷികളും കൂടുവയ്ക്കേണ്ട സാധനങ്ങളുമായിട്ട് പറന്നു വരുന്നു. അവിടെ ചിറകടിച്ച് ഓടി നടക്കുന്ന പക്ഷികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മധുരയിൽ നിന്ന് 51 കിലോമീറ്ററും ശിവഗംഗയിൽ നിന്ന് തിരുപ്പത്തൂരിൽ 17 കിലോമീറ്ററും യാത്ര ചെയ്താൽ ഇവിടെ എത്താം. വേട്ടാങ്കുടി എന്ന് പറയുന്ന സ്ഥലം വളരെ ശാന്തമായ സ്ഥലമാണ്. ചിന്ന വെളാങ്കുടിപ്പട്ടി, പെരിയ വെളാങ്കുടിപ്പട്ടി എന്ന് പറയുന്ന ഈ പ്രദേശങ്ങളിൽ പക്ഷികൾക്ക് സ്ഥിരമായി ശൈത്യകാലങ്ങളിൽ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമെല്ലാം ഈ പക്ഷികൾ ഈ സങ്കേതത്തിലെത്തുന്നു. എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് ഈ പക്ഷികൾ ഇവിടെ എത്തുന്നത്? ശരിക്കും വംശവർദ്ധനവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു യാത്ര എന്ന് തന്നെ പറയാം. എത്ര ആയിരം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അവ ഈ സ്ഥലത്ത് എത്തിപ്പെടുന്നത്? ഈ സ്ഥലം എങ്ങനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? എല്ലാ വർഷവും എങ്ങനെ ഇവിടെ തന്നെ എത്തുന്നത്? ഇവിടെ എത്തിയാൽ ഉടനെ തിരിച്ചു പോകുന്നതും വഴി എങ്ങനെ തിരിച്ചറിയുന്നു എന്നതെല്ലാം വിസ്മയമായ ഒരു കാര്യം തന്നെയാണ്. ഈ പക്ഷികളിൽ ഏറിയ പങ്കും കൂടുവയ്ക്കുന്ന മരങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടുത്തെ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതിനേക്കാൾ കൂടുതൽ കൃഷിക്കാർ വിശ്വസിക്കുന്നത് ഈ പക്ഷികൾ കൂടുവയ്ക്കുന്ന മരങ്ങളെ നോക്കിയിട്ടാണ്. താഴ്ന്ന സ്ഥലത്തുള്ള മരങ്ങളിൽ കൂടുവെച്ചാൽ ആ വർഷം മഴ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അതേ സമയത്ത് ഉയരം കൂടുതലുള്ള മരങ്ങളിൽ കൂടുവെച്ച് കഴിഞ്ഞാൽ ആ വർഷം കൂടുതൽ മഴ കിട്ടും. ആ മഴ അവർക്ക്, തമിഴ്നാട്ടിലല്ലേ, ആ മഴ അവർക്ക് വളരെ ഇഷ്ടവുമാണ്. അപ്പോൾ ഇവ കൂടുവയ്ക്കുന്നതിനനുസരിച്ചാണ് മഴ ലഭിക്കുന്നതെന്ന് കൃത്യമായ പ്രവചനം കർഷകരുടെ ഇടയിലുണ്ട്. അവരതിലാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ വർഷം താഴെ മരത്തിലാണ് കൂടുവെച്ചിരുന്നത് മിക്കവാറും പക്ഷികൾ. ആ വർഷം മഴ കുറവായിരുന്നു. ഈ വർഷം കൂടുവെച്ചത് കൂടുതൽ മുകളിലാണ്, മരത്തിന് മുകളിലാണ്. അവർക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് അവിടുത്തെ ഗ്രാമവാസികൾക്ക്. അവരാരും തന്നെ ഈ പക്ഷികളെ ശല്യം ചെയ്യുകയേയില്ല. ഇവയുടെ വരലും പോക്കും അവർക്ക് സന്തോഷകരമായ കാര്യമാണ് ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം. അവിടെ പക്ഷി നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് സർക്കാർ ബൈനോക്കുലറൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷി നിരീക്ഷകരായിട്ട് പോകുന്നവർക്ക് ഈ ബൈനോക്കുലറെല്ലാം ഉപയോഗിക്കാം. പക്ഷേ പക്ഷികളെ ഒന്നും ശല്യപ്പെടുത്താൻ പാടില്ല. ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ കർശനമായ നിയന്ത്രണത്തോടു കൂടി മാത്രമേ അവിടേക്ക് പോകാൻ പാടുള്ളൂ. മാത്രമല്ല, അവിടെ പോയി കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ചിലവഴിക്കാം. പക്ഷേ അവിടെ ഭക്ഷണമൊന്നും ലഭിക്കില്ല. ലഘുഭക്ഷണവും വെള്ളവുമെല്ലാം നമ്മൾ കരുതിയിട്ട് വേണം പോകാൻ. അപ്പോൾ സർക്കാർ വളരെ അനുകൂലമായ നിലപാടാണ് അവിടെ എടുത്തിരിക്കുന്നത്. ബൈനോക്കുലറും അതുപോലെ വാച്ച് ടവറും ഒക്കെ കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഈ കാലമാകുമ്പോഴത്തേക്ക് വാച്ച് ടവറെല്ലാം തയ്യാറാക്കും. ഈ ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ പക്ഷികളെ നിരീക്ഷിക്കേണ്ടവർക്ക് നിരീക്ഷിക്കാം, കാണേണ്ടവർക്ക് കാണാം. പക്ഷികളുടെ ശബ്ദങ്ങൾ, കൂട്ട പറക്കൽ, ഇതെല്ലാം കാണുമ്പോൾ എന്തൊരു രസമാണ്. അതിൽ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നവ, കൂടുണ്ടാക്കുന്നവ, ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് അവിടെ കാണാൻ കഴിയുക. ആസ്ട്രേലിയയിൽ നിന്നുമെല്ലാം വരുന്ന പക്ഷികൾ മനോഹരമായ പക്ഷികളാണ്, വളരെ മനോഹരമായ പക്ഷികൾ. അവയെ നോക്കി നിന്നു പോകും. ഈ 40 ഹെക്ടർ സ്ഥലത്താണ് ഈ പക്ഷിസങ്കേതം നിലനിൽക്കുന്നത്. ഒരു കേടും വരുത്താതെ, അവയ്ക്കൊരു മരങ്ങൾക്കോ കാടുകൾക്കോ ഒരു ക്ഷതം വരുത്താതെ സർക്കാരും ഗ്രാമവാസികളും അവ
ഈ പക്ഷികൾക്കായിട്ട് നീക്കി വച്ചിരിക്കുകയാണ്. അവിടെ കൂടുതലായി കാണുന്ന പക്ഷികൾ ഏഷ്യൻ ഓപ്പൺ ബിൽ, ബ്ലാക്ക് ഹെഡ്സ്, ഐബിസ് ഗ്രേ ഹോർണസ്, ഓറിയൻ്റൽ ഡാറ്റൽ, ലിറ്റിൽ ഗ്രേവ്, ലിറ്റിൽ ഹോർമൺസ്, ബാക്ക് ഡെൽഹിൽസ് എന്നീ പക്ഷികളാണ് ധാരാളമായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ദേശാടന പക്ഷികളൊക്കെ വരാറുണ്ട്. ഈ വർഷം വളരെ കുറവായിട്ടാണ് കാണുന്നത്. മറ്റനേകം പക്ഷികൾ നമ്മുടെ ഗ്രാമങ്ങളിലും വരാറുണ്ട് ഒറ്റയ്ക്കായിട്ട്. ധാരാളം പക്ഷികൾ വരട്ടെ, നമ്മളുടെ ഭൂമി സുന്ദരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.